ശക്തമായ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു. തൃശൂർ പാവറട്ടി മണ്ഡലത്തിൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടുമെന്ന് മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ തടയാൻ വർഗീയ ശക്തികൾക്കോ ഫാസിസ്റ്റ് ആശയക്കാർക്കോ സാധിക്കില്ലെന്നും MP വിൻസെന്റ് പറഞ്ഞു. പാവറട്ടിയിൽ വാർഡ് അടിസ്ഥാനത്തിൽ നടന്നുവരുന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങളിലെ ജനപങ്കാളിത്തം ഇതിന് തെളിവാണെന്നും വിൻസെന്റ് പറഞ്ഞു. മൂന്നാമത് G. ദേവരാജൻ മാസ്റ്റർ സമഗ്ര സംഭാവന പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന് സമ്മാനിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. പേയാടുള്ള ജഗതിയുടെ വസതിയിൽ വച്ച് കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ് പുരസ്കാരം നൽകി. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും 25,000 രൂപയും അടങ്ങിയതായിരുന്നു പുരസ്കാരം. ദേശീയതലത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ മികവ് പരിശോധിക്കാൻ നടത്തിയ അച്ചീവ്മെന്റ് സർവേയിൽ കേരളം 2ാം സ്ഥാനം നേടിയെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി P. ശിവൻകുട്ടി. കൊല്ലം ചടയമംഗലം കോട്ടുക്കൽ ഗവൺമെന്റ് LPS സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 9 വർഷത്തിനിടെ 5,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. 5,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്താണ് കേരളം.